തത്വയിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൾ കൺസീവ് ആയ സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഫീഡ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് എവിടെയാണ് പറ്റുകയെന്നുള്ളൊരു അവസാനം കുറച്ച് ഡിസ്റ്റൻസ് ആയ ഒരു സ്ഥലത്തായിരുന്നു, വെള്ളിപറമ്പ് ആ ഭാഗത്തായിരുന്നു ഒരു ഇത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ഓക്കെ നിന്നാണ്. പിന്നെ എനിക്ക് ഇവനെ ഇടയ്ക്ക് ഇങ്ങനെ കാണേണ്ട ഒരു സിറ്റുവേഷൻ വന്ന സമയത്താണ് ഞാൻ കുറച്ചും കൂടി അടുത്ത് എവിടെയെങ്കിലും കിട്ടുമെന്നൊരു സിറ്റുവേഷൻ നോക്കിയത്. അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇവിടെ തത്വയിലത് കണക്റ്റ് ആയത്. അപ്പം സതീഷ് ഡോക്ടറായിട്ടാണ് ഫസ്റ്റ് കോൺടാക്റ്റ് വന്നത്. ആളെ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സമയത്തും മറ്റുള്ള ഞാൻ പോയത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. ഞാൻ മുന്നേ അഡ്വാൻസ് കൊടുത്ത സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ വിളിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആദ്യം പേ ചെയ്യൂ, ഇവിടെ സ്ലോട്ട് ബുക്ക് ചെയ്യണം, ഫുള്ളായി പോകും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ വെച്ച സമയത്ത് ഒരിക്കലും ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്യൂ, നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം എന്ന രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ വന്ന സമയത്താണെങ്കിലും എനിക്ക് എൻ്റെ വൈഫിനെയും മോനെയും ഒരു കുടുംബത്തിൽ ഏൽപ്പിച്ച് പോയൊരു ഫീലാണ് ഉണ്ടായിരുന്നത്. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫും ഇവളോട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എസ്പെഷ്യലി നമ്മൾ ആറമ്മോ പിന്നെ ഇവിടുത്തെ പാറുമ്മ എല്ലാവരും നമുക്കൊരു വീട്ടിലുള്ളൊരു ഫീലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഡോക്ടറാണ് സതീഷ് ഡോക്ടറാണെങ്കിലും നമ്മളിപ്പം ബേബിക്ക് എന്തെങ്കിലും വയ്യാണ്ട് പീഡിയാട്രീഷനെ കാണിക്കാനോ എവിടെയെങ്കിലും പോയി ഏത് മിഡ് നൈറ്റ് ആയാലും വിളിച്ച് ചോദിക്കും എൻ്റെ അടുത്ത് എന്താ സിറ്റുവേഷൻ, എന്താണ്, കുഴപ്പമുണ്ടോ. അതൊക്കെ എനിക്ക് വലിയൊരു ഇതായിരുന്നു, എൻ്റെ ഒരു ബ്രദറിനെ പോലെയോ ഫാദറിനെ പോലെയൊക്കെ എനിക്ക് തോന്നിയത്. പിന്നെ ആദ്യം ഞാനൊരു 3-4 പ്രാവശ്യം കുട്ടീനായിട്ട് പല ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊന്നും ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു ഇതൊക്കെ സാധാരണയുള്ള കാര്യമാണ്. ആൾക്ക് മനസ്സിലായിട്ടുണ്ടോ എൻ്റെ ഫസ്റ്റ് ബേബി ആയതുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നത്. പിന്നീട് വന്ന് പറഞ്ഞത് കുട്ടികൾക്ക് സാധാരണയുള്ള കാര്യമാണ്. വളരെ ഒരു അഡ്വൈസാണ് എനിക്ക്. പിന്നെ ഞാൻ അങ്ങനെ ടെൻഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഇവിടെ പറയും, എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തായാലും ഹാപ്പിയാണെന്നാണ്, ടോട്ടലി മെൻ്റലി എല്ലാം കൊണ്ടും ഫ്രീ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ എന്താ പറയുക, എല്ലാം മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും റിലാക്സ് ആയിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സുഖവും മെൻ്റലി ആണെങ്കിലും ബോഡിയിലാണെങ്കിലും നല്ലൊരു സുഖമൊക്കെ കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ സ്റ്റാഫാണെങ്കിലും നല്ല അടിപൊളിയാണ്. എല്ലാം നല്ല കമ്പനിയായിട്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ പുറത്തു പോയൊരു ഫീലില്ല. സ്വന്തം വീട്ടിൽ നിൽക്കുന്നവരെല്ലാവരോടും സംസാരിച്ച് കളിച്ച് അങ്ങനെയൊക്കെ പോവുക എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് പാറുമ്മ, നീതുച്ചി, ആശ്മി ഡോക്ടർ എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ട്രീറ്റ്മെൻറ്റും നല്ല എന്താ പറയുക, മൈൻഡ് ഫുള്ള് ഫ്രീ ആയി കിട്ടും. എല്ലാം കൊണ്ടൊരു ഫ്രീ ആയിട്ട് പോകുന്ന ട്രീറ്റ്മെൻറ്റും എല്ലാം കൊണ്ടും ഹാപ്പിയാണ്.